വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ 10-15 ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അനുസരിച്ച് ആകെ പോളിംഗ് 20.8% എത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മണിയോടുകൂടി വയനാട്ടിൽ അതെ രണ്ടിടത്തും ചേലക്കരയിൽ ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് 19.08, അതായത് 20നോട് അടുത്ത് നിൽക്കുന്നു. അതേസമയം വയനാട് 20% പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഏറനാട് തന്നെയാണ് ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നത്. 22% ആണ് ഏറനാട്. വണ്ടൂരും തിരുവമ്പാടിയിലും 20% പിന്നിട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. അതേസമയം മാനന്തവാടി സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം അല്പം കുറവാണ്. 18.34% ആണ് സുൽത്താൻ ബത്തേരിയിൽ, മാനന്തവാടിയിൽ 18.6 എന്നിങ്ങനെയാണ് കണക്കുകൾ. കൽപ്പറ്റയിൽ 19.21. 20%ത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഈ സമയമാകുമ്പോൾ. 3 മണിക്കൂർ ആകുമ്പോൾ കാണാവുന്ന രീതിയിൽ തന്നെയാണ്. 20% എന്നുള്ളത് സാധാരണ കണ്ടുവരുന്ന ഒരു കണക്ക് തന്നെയാണ്. 10 മണിയാകുമ്പോഴേക്കും 3 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു അപ്ഡേറ്റ് ഉള്ളത് 11 മണിക്ക് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. EP ജയരാജൻ വിവാദം ആളിക്കത്തുന്ന ഈ സമയത്താണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ EP ജയരാജന്റെ ആത്മകഥ എന്ന രീതിയിലുള്ള 177 പേജുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ EP ജയരാജൻ അത് നിഷേധിച്ചിരിക്കുന്ന സമയത്താണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. സ്വാഭാവികമായും ഒരുപാട് ചോദ്യങ്ങൾ ഇക്കാര്യത്തിലുണ്ടാകും. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല അഭിലാഷ്, EP ജയരാജൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചതോടുകൂടി, ഞാൻ എഴുതിയതല്ല DC-യുടേതായിട്ട് വന്നത് എന്നുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചതോടുകൂടി പാർട്ടിക്ക് പ്രതിരോധിക്കുവാൻ കുറച്ചുകൂടി അവസരമുണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. അല്ലാതെ ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരില്ലായിരുന്നു. എന്തായാലും MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നിർണായകമായി മാറുകയാണ്. സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് ഇതുവരെ പാർട്ടിയുടെ ഒരു നേതാവും ഇക്കാര്യത്തിൽ പ്രതിരോധവുമായി വരാത്തത് എന്ന്. MV ഗോവിന്ദൻ സ്വാഭാവികമായിട്ടും EP പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട്, അതായത് ഇത് EP-യുടേതല്ല ഈ ആത്മകഥ, പാർട്ടി ശത്രുക്കൾ ഇതിന് പിന്നിൽ, അങ്ങനെ ഒരു വിശദീകരണത്തിനല്ലേ സാധ്യത കൂടുതൽ? മഞ്ജുഷ്, ഇന്ന് മറ്റൊരു പരിപാടിയിൽ വിശദീകരണം നൽകുന്നതിനാണ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നത്. വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് അതിനാണ്. പക്ഷേ സ്വാഭാവികമായും നമുക്ക് MV ഗോവിന്ദന്റെ പ്രതികരണം പ്രതീക്ഷിക്കാം. 11 മണിക്ക് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു പരിപാടിയാണ് എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. മറ്റൊരു പരിപാടിയുടെ അറിയിപ്പുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ എന്തായാലും ഈ വിവാദത്തിൽ നമുക്ക് പ്രതികരണം പ്രതീക്ഷിക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇത്. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. പാർട്ടി അണികളിൽ, ബന്ധുക്കളിലൊക്കെ വലിയ ആശയക്കുഴപ്പം വോട്ടർമാരിൽ ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് CPM വിശദീകരിച്ച് തന്നെ പോവുക എന്നതാവും ഇന്നത്തെ സാഹചര്യം. അതുകൊണ്ട് MV ഗോവിന്ദന്റെ ഒരു വിശദീകരണം ആ തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഒരു കാര്യം കൂടിയുള്ളത്, EP ജയരാജൻ ഇപ്പോൾ ഉദുമ സമ്മേളനത്തിൽ, പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉദുമ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. രാവിലെ അദ്ദേഹം ഈ പരിപാടിക്ക് തിരിക്കുന്നതിന് മുമ്പാണ് മാധ്യമങ്ങളോട് പ്രതികരണം, ഈ വിഷയത്തിൽ പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. എന്തായാലും EP ജയരാജൻ ഇന്ന് പാർട്ടി സമ്മേളനത്തിൽ ഉദുമയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് MV ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നടത്താൻ പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ MV ഗോവിന്ദൻ പറയാൻ പോകുന്നത് EP ജയരാജൻ പറഞ്ഞതിന് തുടർച്ചയായി ഈ പുസ്തക വിവാദം അനാവശ്യമാണ്, അത് EP ജയരാജന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു തുടങ്ങിയ വാദങ്ങളായിരിക്കും CPM ഉന്നയിക്കുക. പക്ഷേ എങ്ങനെയാണ് ഈ വിവാദം ഉണ്ടായത്, ഇത് സംബന്ധിച്ച് പാർട്ടി അന്വേഷണം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും CPM-ന് വിശദീകരിക്കേണ്ടി വരും. തീർച്ചയായും കെ രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാൻ വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം സജിത്ത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DC-യുടെ വിശദീകരണത്തെയും പ്രതിരോധിക്കുവാനായിട്ട് പാർട്ടിക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ആത്മകഥ പ്രസിദ്ധീകരിക്കുവാൻ ഇരിക്കുകയാണെന്ന് DC-യുടെ ഈ വിശദീകരണത്തിൽ വ്യക്തമാണ്. സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ജയരാജൻ അറിയാതെ, ജയരാജൻ ആരെയും ക്ഷണിക്കാതെ ഒക്കെ ഇങ്ങനെ ഒരു ആത്മകഥാ പ്രകാശനം നടക്കുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ടല്ലോ. അത് മറുപടി പറയാൻ വളരെ എളുപ്പവുമാണല്ലോ പാർട്ടിക്ക്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ എന്തായാലും ആ തരത്തിൽ മറുപടി പറയേണ്ടി വരും. എന്തായാലും EP ജയരാജൻ പുസ്തകം തൻ്റേതല്ല, തൻ്റെ ഉള്ളടക്കം താൻ ഉദ്ദേശിക്കുന്നതല്ല, ഇപ്പോൾ ഈ വിവാദത്തിന് അടിസ്ഥാനമില്ല, നിയമ നടപടി സ്വീകരിക്കുമെന്ന EP-യുടെ വിശദീകരണം, തുടർന്ന് വന്ന DC ബുക്സിൻ്റെ വിശദീകരണം, ഈ ഒരു കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും CPM-ന് തക്കാലമെങ്കിലും ന്യായീകരിക്കാൻ കഴിയുക. ഒരുപക്ഷെ കൂടുതൽ പ്രകോപനമുണ്ടാക്കുന്ന പ്രസ്താവനകളിലേക്ക് MV ഗോവിന്ദൻ ഇന്ന് കടക്കാൻ സാധ്യതയില്ല. കാരണം വോട്ടെടുപ്പ് ദിവസമാണ്, വലിയ ആശയക്കുഴപ്പം ഉണ്ടാകും. അതുകൊണ്ട് 20-ന് ശേഷം, അതായത് 20-ന് പാലക്കാട് വോട്ടെടുപ്പ് കൂടി കഴിയുന്നത് മുറയ്ക്കായിരിക്കാം ഈ വിഷയത്തിൽ CPM-ന്റെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ആവുക. അതാണ് പ്രതീക്ഷിക്കേണ്ട കാര്യം. എന്തായാലും
ഈ സാഹചര്യങ്ങളെ CPM വിലയിരുത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം EP ജയരാജൻ ഇനി പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്, നേതൃത്വത്തെ കുഴയ്ക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് CPM കേന്ദ്രങ്ങൾ അത് ചർച്ചയ്ക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, വിലയിരുത്തലുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൽക്കാലം പക്ഷേ പ്രകോപനമുണ്ടാക്കുന്ന പ്രസ്താവനകളോ നീക്കങ്ങളോ ഒഴിവാക്കിയായിരിക്കാം CPM-ന്റെ പ്രതിരോധം. യെസ്, അതിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരടക്കം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് എത്രത്തോളം ഒഴിഞ്ഞു മാറാൻ പറ്റും എന്നതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും MV ഗോവിന്ദന് പ്രതിരോധം തീർക്കാൻ സാധിക്കും. കാരണം ആരുടെ പേരിൽ ഉള്ളതാണ് ഈ പുസ്തകം? അത് EP ജയരാജന്റെ പേരിൽ ഉള്ളതാണ്. ആത്മകഥാംശം എന്ന് പറയാവുന്ന പുസ്തകമാണ്. പക്ഷേ ഇത് ആത്മകഥയല്ല എന്ന് ആ പുസ്തകത്തിൽ തന്നെ EP ജയരാജൻ പറഞ്ഞു പോകുന്നുണ്ട്. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ആണ് ഈ പുസ്തക രൂപേണ പുറത്തിറക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു പാർട്ടി നേതാവിന്, പ്രത്യേകിച്ച് EP ജയരാജനെ പോലെയുള്ള ഒരു നേതാവിന് തോന്നിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പോലും അത് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സർക്കാരിനെതിരായ വിമർശനം അത് നിലനിൽക്കുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് എതിരായ അതിരൂക്ഷമായ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഉണ്ട് MV ഗോവിന്ദന് മുന്നിൽ. എങ്കിലും അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുമോ, കാര്യമായ മറുപടികൾ നൽകാതിരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ ഇന്നിപ്പോൾ ഒരു വോട്ടെടുപ്പ് ദിവസമാണ്. വയനാടും ചേലക്കരയും വിധി എഴുതുന്ന ദിവസം തന്നെയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേക്കാം, അല്ലെങ്കിൽ അത് നിഷേധിച്ചല്ലോ EP ജയരാജൻ എന്ന മറുചോദ്യം ചോദിച്ചേക്കാം. ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ലല്ലോ എന്നത് വാദമായി ഉയർത്തിയേക്കാം. പ്രസാധകർ അത് മാറ്റിവെച്ചല്ലോ എന്ന മറുവാദം ഉണ്ടാകാം. പക്ഷേ 7 ദിവസം കൂടിയുണ്ട് ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്. ഇപ്പോൾ തന്നെ പല പ്രതികരണങ്ങളും, നേരത്തെ PK ബഷീറിനെ പോലെയുള്ളവരുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ആത്മകഥയല്ലേ എന്ന ചോദ്യമടക്കം. പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കി മാറ്റാൻ പോകുന്നതേയുള്ളൂ. കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് താൽക്കാലികമായ ഒരു പ്രതിരോധം തീർത്താൽ പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ ശേഷിക്കെ വലിയ വിവാദമായി ഇത് മാറുക തന്നെയില്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് EP ജയരാജൻ ഉദുമ സമ്മേളനത്തിൽ, പാർട്ടി ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിനിധി സമ്മേളനത്തിലാണ് അദ്ദേഹം, ഉദ്ഘാടകനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ രാഷ്ട്രീയ വിവാദം, ആത്മകഥ വിവാദം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ആ വിവാദം കാത്തി നിൽക്കുമ്പോഴാണിപ്പോൾ EP ജയരാജൻ ആ വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്താണ് അദ്ദേഹം ആ വേദിയിൽ സംസാരിക്കുക, ഇതിൽ വിശദീകരണം നൽകുമോ തുടങ്ങിയവയും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും EP ജയരാജൻ രാവിലെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിവാദങ്ങൾ താൻ ഉദ്ദേശിച്ച പുസ്തകമല്ല, താൻ അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിനെ ഏർപ്പെടുത്തിയിട്ടില്ല, നിയമ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ വിശദീകരണമുണ്ട്. ഒടുവിൽ DC ബുക്സും ആ കാര്യത്തിൽ പിന്നോട്ട് പോക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് EP ജയരാജൻ ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൽ വിവാദപരമായ നിരവധി പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യുക തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കം. അപ്പോഴും സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ ഒരു ഏരിയ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് EP ജയരാജനാണ്. അവിടെ ആ പ്രതിനിധികൾക്ക് പോലും EP ജയരാജൻ പറഞ്ഞതിൽ ഒരു വ്യക്തത, അല്ലെങ്കിൽ അവർ പോലും അതിന് 100% ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? നമ്മൾ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം പലപ്പോഴായി പ്രേക്ഷകരിലേക്ക് പലതവണ അദ്ദേഹത്തിന്റെ രചന, അദ്ദേഹത്തിന്റെ എഴുത്ത്, അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ പുറത്തുവിടുമ്പോൾ ഒരുപക്ഷെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ CPM-ന്റെ സാധാരണ സംഘടനാ രീതി അനുസരിച്ചുകൊണ്ട് പാർട്ടി പരിപാടികളും നയപരിപാടികളും വിശദീകരിക്കുകയാണ് ഉദ്ഘാടകൻ ചെയ്യുന്നത്. അതിനപ്പുറം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നിലപാടെടുക്കുമോ, സംസാരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ സംസാരിച്ചേക്കാം. അതിനപ്പുറം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കിയേക്കാം. ഒരു കാര്യം വ്യക്തമാണ്, MV ഗോവിന്ദൻ ഇന്ന് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട്, CPM സംസ്ഥാന നേതൃത്വം സ്വീകരിക്കാൻ പോകുന്ന നിലപാടിന്റെ തുടർച്ചയായ ഒരു പ്രതികരണം EP ജയരാജനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നതാണ്. എന്തായാലും കാസർഗോഡ് ഉദുമയിൽ നിന്നും ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. 11 മണിക്കാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ വിവാദത്തോടുള്ള പ്രതികരണം എന്തെന്ന് വ്യക്തമാണ്. നമുക്ക് കൂട്ടി വായിക്കേണ്ട മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതുമായി ബന്ധപ്പെട്ടാണ് EP ജയരാജനും പാർട്ടിയുമായുള്ള അകൽച്ച ആരംഭിക്കുന്നത്. സ്വാഭാവികമായും ഇരു നേതാക്കൾക്കിടയിലുമുള്ള അകൽച്ച, ഇക്കാര്യത്തിൽ EP ജയരാജന് സംസ്ഥാന നേതൃത്വം നടപടിയെടുത്ത വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള
അതൃപ്തി. കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ തനിക്കെതിരെ നടപടിയെടുത്തു എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ സ്വകാര്യ സംഭാഷണങ്ങൾ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം അത് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യങ്ങളൊക്കെ എം വി ഗോവിന്ദൻ പരാമർശിക്കുമോ, അതിൽ നടപടി വീഴ്ചയായിട്ട് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുമോ എന്നത് പ്രസക്തമാണ്. പക്ഷേ തൽക്കാലം പ്രകോപനം ഒഴിവാക്കിക്കൊണ്ട് ഇത് പുസ്തകത്തിൻ്റെത് മാധ്യമ വ്യാഖ്യാനങ്ങൾ എന്ന നിലപാടെടുത്തുകൊണ്ടായിരിക്കും CPM പ്രതിരോധമുയർത്തുക. എം വി ഗോവിന്ദന്റെ നിലപാടും തൽക്കാലം അങ്ങനെയാവാനേ സാധ്യതയുള്ളൂ. അതാണ് പ്രിന്റ് ചെയ്യാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് EP ജയരാജന്റെ അവസാന വാക്കുകൾ. അപ്പോൾ എഴുതിയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതല്ല, ഇപ്പോൾ പുറത്തു വന്നതല്ല താൻ എഴുതിയിട്ടുള്ളത് എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. അത് മാത്രമല്ല, തലക്കെട്ട് പോലും ആലോചിച്ചിട്ടില്ല. ഇങ്ങനെയൊരു തലക്കെട്ട് വന്നത് തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ്, പാർട്ടിയെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഇങ്ങനെയൊരു തലക്കെട്ട്, കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള ഒരു തലക്കെട്ട് താൻ കൊടുക്കുമോ എന്ന് ഇങ്ങനെ ഈ കാര്യങ്ങൾ പുറത്തുവിട്ട ആളുകൾ തന്നെ ആലോചിക്കണം. DC ബുക്സുമായി ഒരു കരാറുമില്ല എന്നാണ് EP ജയരാജൻ ഇത് നിഷേധിച്ചത്.